ഗായ്സ്, ഞാൻ ഗെയിമർ. എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വൂൾ ഫാമാണ്. വീടുകൾ സെറ്റായി. അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു അപ്ഡേഷൻ കൂടി വന്ന് അത് ഇന്നലെ വരുന്നത്രേ. ഇന്നലെ 12 മണിക്കാട്ടം ഇറങ്ങിയതാണ്. കോൺക്രീറ്റിനെ കൊണ്ടുണ്ടാക്കിയത്, വൂളിനെ കൊണ്ടുണ്ടാക്കിയത് ഉണ്ട്. പക്ഷേ ഇപ്പം കോൺക്രീറ്റായി. മോജാങ് സെറ്റാണ്. പണ്ടോളം നല്ല അപ്ഡേഷൻ ഉണ്ടായില്ല. കിടിലാണ് അപ്ഡേഷൻ. സീറ്റ് പോലും നമുക്ക് ഇരിക്കാം. നമ്മൾ എവിടെ ചെയ്യാത്? എൻ്റെ സെൽഫ് ടച്ച് ഇല്ലാണ്ട് കുറച്ച് ബ്ലോക്ക് എടുക്കാം. ഫുള്ള് ഓക്കെ. നമ്മൾ കുറച്ച് ഇതാവശ്യമുണ്ട്. നമുക്ക് ഈ സൈഡിൽ തന്നെ സെറ്റാക്കാം. 1 2 3. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ബാരല്, ഒരു ഹോപ്പർ, ഒരു മൈൻ കാർട്ട് വിത്ത് ഹോപ്പറും വേണം. പിന്നെ ഒരു റെയിലും വേണം. ഇത് ഞാൻ കണ്ടുപിടിച്ചത് സുധീൻ്റെ വീഡിയോയിലാണ്. ഇത് എനിക്ക് ഇങ്ങനെ ആക്കാം. എനിക്ക് ഇവിടുന്ന് ബാരലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പുസ്തകത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത ആവശ്യമുള്ളൂ. ഇല്ലാത്തടത്തിൽ കാര്യമില്ല. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, പിന്നെ ഒന്നും കൂടി വേണം. പിന്നെ ഇവിടെ ഒന്ന്, കുറച്ച് ഗ്ലാസ് വേണം. ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ട് വരാം. അതാകുമ്പോൾ സൂപ്പർ സ്മെൽറ്ററാണ് ബാഗ്. കുറച്ച് ഇത് വേണം, സാൻഡ്. അതാകുമ്പോൾ കുറച്ച് ഗ്ലാസ് ഉണ്ടാക്കാം. എൻ്റെ ഇമേൽ ആ ബാഗിൽ സൂപ്പർ ഞാൻ എല്ലാ അപ്ഗ്രേഡും ഞാൻ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് വേഗം സ്മെൽട്ടാക്കാം. എത്ര എണ്ണം ഉണ്ട് എത്ര ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും സ്മെൽട്ട് ആയിക്കോളും. ഓരോന്നായിട്ടല്ല, ഒറ്റടി വരും. അത് ഈ മൈൻക്രാഫ്റ്റിൽ തന്നെ ഉള്ള ബാക്ക് പാക്കാണ്. ബാക്ക് പാക്ക് എന്ന് വെച്ചാൽ സാധാരണ ബാക്ക് പാക്കല്ല. ഈ ബാക്ക് പാക്കിന് കുറച്ച് ഇതെല്ലാം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോ ഇതുണ്ടാവും, ഓരോ ലെവല്. ആ ലെവല് കൂടുന്നവരായിരിക്കും ബാഗിൻ്റെ ഇൻവെൻ്ററി കൂടൽ. അനുസരം നമുക്ക് കുറേ ലെവലേക്കൊണ്ട് കുറേ ഇൻവെൻ്ററി ഉണ്ട്. ഇതാണ് ബാഗ്. അനുസരം ഇപ്പം സാൻഡ് എടുത്തിട്ട് സാൻഡ് ആവൂല, അയണാവുന്നുണ്ട. അതാണ് ഇതിൻ്റെ ഇത്. തന്നിട്ടാണ് ആവാത്തതെന്ന് അറിയില്ല. സാൻഡ് ആവുന്നില്ല. ഒരു ഇതെന്നെ ഒപ്പിക്കണം. അയാണ്
സമയമാവുമല്ലോ തോന്നുന്നു. അയ്യോ, ബാരൽ വെച്ചിട്ട് ഇതാക്കാൻ പാടില്ല. റോസ് വെച്ച അതുപോലെ ഒരു ഷീപ്പിന് വേണം. ഷീപ്പാണ് ഏറ്റവും മെയിൻ. മറ്റേതുണ്ടാക്കാം. ഇതിൻ്റെ പേരെന്താ, എന്തോന്നുണ്ടല്ലോ, ഞാൻ എന്നെങ്കിലും നോക്കട്ടെ. നോക്കാം. ഡിസ്പെൻസറാണ്. എന്തായാലും ആവശ്യമുണ്ട്. ഡിസ്പെൻസർ ആയിക്കൊണ്ട് നല്ല ടൈമിങ്. ഒരു വീറ്റ് ഇട്ടിരുന്നെങ്കിൽ ഒരു വീറ്റ് സീഡ് കിട്ടി. വീറ്റ് സീഡ് 2 എണ്ണമായി. എങ്ങനെ വീറ്റ് ഉണ്ടാക്കണം? വീറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. പുതിയ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരാണെങ്കിൽ എന്താണ് പുതിയ അപ്ഡേഷനുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ചെയ്യേണ്ടത് നമ്മളെ ആവശ്യമുള്ള സാധനം വേണം. സ്പ്രൗട്ട്സ് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്പ്രൗട്ട്സിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ നേരത്തെ ഒപ്പിച്ച് വന്നത്ര. ഒരു ഹോ ഉണ്ടാക്കാം. നട രാത്രിയാവാനായി. വേഗം നട്ടിട്ട് ബോൺവീൽ ചെയ്യാം. അതാവുമ്പോൾ വേഗം സ്കെലട്ടൺ ഇവിടെ സ്കെലട്ടൺ വേണം. ഞാൻ ഇറങ്ങിയിട്ടും വരാം. ഇല്ലെങ്കിൽ നല്ല സ്കെലട്ടനെല്ലാം കാണുമല്ലോ. രാത്രിയാവാൻ പോകുന്നതിലും അതുകൊണ്ട് വയ്ക്കില്ല. നമ്മൾ സ്കെലട്ടൺ ഒപ്പിച്ചിട്ട് ബോൺവീൽ ആക്കണം. അതിൻ്റെ സോഡ് എടുത്തിട്ട് ഇത് ഫൈറ്റ് ആകാൻ പോവാം. നല്ല ഹങ്കർ, നല്ല പറയുള്ള ടൈം. സോംബി മാത്രമേ ക്രീപ്പറിന് ഈ ടൈം സമയത്ത് വരാമെന്നറിയില്ല. അതും ആയിട്ടുണ്ട്. ഇവനിവിടെ ഇല്ലെങ്കിൽ നെതറിൽ പോകേണ്ട വരും. നെതറിൽ പോവാം, അതാ പറ്റുമല്ലോ. ഞാൻ സ്പോണായ നെതറിൽ കിട്ടിയ സ്ഥലം ഉണ്ട്. ഇപ്പം എൻ്റെ സ്കിന്ന് മാറിയിട്ടുണ്ടോ നോക്കില്ല. മറ്റേ സ്കിന്ന് ലോഡാവുന്നില്ല. എൻ്റെ പുതിയ സ്കിന്ന് എടുക്കണം. മറ്റേ സ്കിന്നൊന്നും സ്കിൻ ബാക്ക് വരുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് വരുന്നേ ഇല്ല. ഞാൻ അവസാനം സ്കിന്ന് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് ആദ്യമില്ല ചെയ്യുന്നില്ല. എല്ലാം പറയല്ല. കാണുന്നില്ല.
ഇതേ ആവശ്യമുള്ളൂ. വേറൊന്നുമില്ല, വേറൊന്നും വേണ്ട. ഞാൻ പാവമാണേ, എന്നൊന്നും ചെയ്യല്ലേ. ഇനി വീറ്റ് ആവശ്യമില്ല. ബോൺ ബ്ലോക്ക് ആവശ്യമില്ലാത്ത സാധനം. ഞാനില്ല. സ്കെലട്ടനെ പേടിയാണ് എന്നൊന്നല്ല. സ്കെലട്ടൻ്റെ പേരെ ഫൈറ്റ് ചെയ്യാൻ പോയാൽ മിക്കവാറും ഞാൻ എന്തെന്തോക്കും. അതും അയൺ ആയിക്കൊണ്ട്. നെതറിൽ പോയി വരുമ്പോഴത്തേക്ക് ലോഡാവാൻ തുടങ്ങില്ല. ലോഡാവാൻ തുടങ്ങുന്ന തോന്നുന്നു പോകണ ആവശ്യമില്ല. ബോൺ വീലിട്ട് ഇനി ഇത് ആവശ്യമില്ല. നമ്മളെ ഡിസ്പെൻസർ വേണം. ഡിസ്പെൻസർ 10 ആവശ്യമില്ലാത്തതിലും വൈകാശമുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ഒറ്റ മതി. ഇതും പുതിയ അപ്ഡേഷൻ വന്നതാണ്. ഒറ്റ സാധനം. പിന്നെ ഇതൊക്കെ ഒരു മൈനിങ് എഫക്റ്റ്, അറ്റാക്ക് ഡാമേജ്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇനി ഇത് ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ആവശ്യമില്ല. ഇത് ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളത് ഡിസ്പെൻസർ വേണമല്ലോ. ഡിസ്പെൻസർ എടുക്കും. സ്റ്റോൺ വേണം. റെഡ് സ്റ്റോൺ വേണം ഡിസ്പെൻസറിന്. വേണ്ടെന്ന് തോന്നുന്നു. ഇതൊന്ന് കാണിക്കാത്ത. റെഡ് സ്റ്റോൺ കിട്ടാനായിട്ട് മൈനിങ്ങിന് വേണമല്ലോ. മൈനിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ് സ്റ്റോൺ ഒപ്പിച്ചിട്ട് കാണിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്കും യൂസ്ഫുള്ളാവും. എന്തിനാണ് ഈ റെഡ് സ്റ്റോൺ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഫാമിങ് അങ്ങനത്തെ ഇതാക്കുന്നതിനാണ് റെഡ് സ്റ്റോൺ ഉപയോഗിക്കുക. റെഡ് സ്റ്റോൺ ഉപയോഗിച്ചാൽ പവർ കൂടും. അങ്ങനെ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കണക്ഷൻ കിട്ടാൻ. അല്ല ഭയങ്കരല്ലോ പറഞ്ഞു. അതൊന്നും നോക്കണ്ട. നല്ല രസം. നമുക്ക് എന്തെങ്കിലും വീണ് ഓട്ടം കൊണ്ടിരിക്കുന്നത് ഭാഗ്യമായിരിക്കും. ചാവൂല. നേരെ പോകണം. എന്നിട്ട് വളക്കണം. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഫസ്റ്റ് നമ്മൾ ഇവിടെ വെള്ളം ഒഴിക്കണം. 2 മിനിറ്റ് കാത്തിക്കണം.
നമ്മൾ അവിടെ വെച്ചാൽ വേഗം പോകുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് വയ്ക്കാം. ഫാമിങ് നമുക്ക് റെഡ് സ്റ്റോണൊക്കെ കൊണ്ട് ഉപയോഗിക്കാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഇഷ്ടമല്ല, അത്രയാണ്. അതാകുമ്പോൾ ഫാമെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആവും. ഞാൻ ഇപ്പോഴത്തെ തന്നെ ഒതുക്കാം. അതിന് മുമ്പ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോളാം. ഒറ്റ അപ്പോൾ സ്പീഡിൽ ഓൾമോസ്റ്റ് തിന്നെങ്കിലാവും. ഓ അനക്കാത്ത വെക്കുന്ന സോമ്പി കാണുന്നില്ല, ടോർച്ചില്ല പറയുമ്പോലെ. ഇല്ല, ടോർച്ചൊന്നും നമുക്ക് ആവശ്യമില്ല. എന്നാലും റെഡ് സ്റ്റോണ് അതാകുമ്പോൾ യൂസ്ഫുള്ളാകും. കണ്ണും കാണില്ല. സ്കെലട്ടൻ ഞാനില്ല, ഞാൻ ഫൈറ്റിനില്ല, എനക്കറിയില്ല ഫൈറ്റ് കൊണ്ടാന്നോലും അറിയില്ല. മര്യാദക്കൊന്നും പോലും കാണാൻ പറ്റുന്നില്ല. എൻ്റെ തോമസ് എൻ്റെ ഇത് മൊത്തം വാടൻ. അയ്യോ പട്ട് ഒന്നുമില്ല, നമ്മൾ കാണുന്നില്ല. റെഡ് സ്റ്റോൺ കിട്ടിച്ചാൽ നിങ്ങൾ അങ്ങനെ റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റാക്കും 26 കഷ്ടപ്പെട്ട് മൈൻ ചെയ്ത് എൻ്റെ ഹാർട്ട് ഇപ്പം 2. അത് കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് നമ്മളെ പരിപാടി തന്നെയാണ്. ഇല്ലെങ്കിൽ ഇപ്പം എന്തിട്ടാലും ഇതാവില്ലേ, നോക്കിയോക്കാലോ. ഇല്ലെങ്കിൽ കൃത്യസമയത്ത് ഒരു ഡേട്ടുണ്ട്. ഞാൻ എൻ്റെ വാട്ടർ ബക്കറ്റ് ഇട്ട് ഇതിലേക്ക് വരുന്നുണ്ട് അല്ലേ? വന്നു. ലാഭം. ലാഭമല്ല ഭാഗ്യം. ഇനി ഈ സൈഡുണ്ട, സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റണം. സോറി, തെറ്റിപ്പോയി. എന്നൊന്നുകൊണ്ടും തല്ലാൻ പാടില്ല. സുധിയണ്ണൻ പറഞ്ഞത് ബാലിക്കെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം സുധിക്കൊണ്ട് മാത്രം വേറെ ആരാണെങ്കിൽ പോടാന്ന് പറഞ്ഞാൽ തള്ളിക്കേസുകളെയും. ഡ്രോപ്പർ ഉണ്ടാക്കാൻ സിമ്പിൾ. റെഡ് സ്റ്റോണ് അറിയില്ല. കോബിൾ സ്റ്റോണ് മാത്രം മതി. പേരാണ് കിട്ടാത്ത നല്ല പാട്ട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കില്ല, കാരണം എന്ത് സൗണ്ട് കുറച്ചിട്ടാണ് ഉള്ളത്.
നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് ഈ പാട്ട് ഇടുക. എത്തത്തെ പാട്ട് എന്ത് പാട്ടാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇത്ര മാത്രം പോരാ. ആരെങ്കിലും കയറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിന്നെയാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. ഫസ്റ്റ് വീറ്റ് എടുക്കുക. അടക്ക്, നിന്നെ കയറ്റാം. വേണ്ടേ ഫുഡ് വേണ്ടേ? തരാ, അടുക്ക്. ഇപ്പോൾ നല്ല തരൂ. ഇപ്പം വരൂലേ? എടാ വാടോ. ഓ, കറുത്തതിനൊക്കെ ആവശ്യമില്ല. വെള്ള കളറാവാണ്ട്. വെള്ള കളർ എന്തെങ്കിലും. ആ ഉണ്ട്, ഇതല്ലേ. ഇതിനെ വലുതാക്കാം. അവിടെ ഇങ്ങോട്ടേക്ക് വന്നാലേ. പക്ഷേ എൻ്റെ മേലെ ഇതും ചെയ്യാനല്ല, വെറുതെ അതിന് പിന്നാൻ കൊടുത്തു. 21 മിനിറ്റ് ആയ ഈ വേൾഡ്. ഇപ്പം അടുത്ത എപ്പിസോഡിൽ കുറച്ച് കിട്ടും. ഞാൻ വെച്ച സ്റ്റോറി ഇതന്നെ അല്ലേ? ഇതാ അല്ല, ഇതാണ്. മനസ്സിലാവുന്നില്ല. കിട്ടി. മലക്ക് ബോൺ ബ്ലോക്ക് കൊടുത്തു. വെറുതെ അല്ല, ബോണൊന്നും കാണുന്നില്ല. ബോൺ ഇൻവെന്ററി കാണുന്നില്ല. ബോൺ അവിടെ. അതെവിടെങ്കിലും എല്ലാം പോയി. ഞാനൊറ്റക്കായി. അയ്യോ. പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഈ ബോൺ എടുത്തിട്ട് മറ്റേ ബ്ലാക്കിന് അടിച്ചു കൊടുക്കാം. അയ്യോ, ഇതല്ലേ ഒരു വീറ്റ് എടുക്കാൻ വേണ്ടി അങ്ങ് ദൂരെ പോണല്ല. നല്ല സ്ഥലം പോലും ഇല്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. നിങ്ങൾക്ക് എന്താ പേര്? ഗെയിമർ _X_F അറിയുന്നവർ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടുന്നോ അത്രയും ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ആരാണ് ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടാക്കാൻ പറയുന്നത് അതിനാണ് എന്തായാലും ഉണ്ടാക്കുക. ഉറപ്പാണ്. ഉറപ്പ്. ഞാൻ സത്യം പറയുള്ളൂ, കള്ളം പറയില്ല. വേഗം ബോണ് വീല് ഇതാക്കാം. അല്ല, സോറി, കടന്നുറങ്ങാനുള്ള ടൈമായി. ഞാൻ എന്തൊന്നും മണ്ടത്തര കാണിക്കും. നിങ്ങളാവശ്യമില്ല. ക്വസ്റ്റ്യനുണ്ട് ഇവിടെ. എന്തൊരു പവറാണ് ഇതെനിക്ക്. സ്പിയർ ഉള്ളതുകൊണ്ട് തന്നെയാണ് പവർ. അല്ലെങ്കിൽ
കേക്ക് അത് ഉറപ്പാണ്. ഓ ക്രീപ്പർ, ഓ ലക്ക് ഓഫ് മൈ എനിക്കിപ്പോൾ മനസ്സിലാവാത്ത കാര്യം എന്താണ് ഇതിനകത്ത് മോൺസ്റ്റർ ഉണ്ട്. മോൺസ്റ്ററിനെ കൊണ്ട് വല്ലാത്തടങ്ങാറായിട്ട് ഞാൻ ഏതെങ്കിലും കണ്ടത്തിൽ വരണം. ഒരു മോൺസ്റ്റർ ഉണ്ടോ? നിങ്ങളുടെ ഇവർ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അറിയില്ല. എൻ്റെ ഉള്ളൊറ്റ ശൈലിയിൽ ബാക്കിലേ തുറന്നു പോവാം. ആരുമില്ല. പേപ്പറിനായിട്ട് നല്ലത് അല്ലെങ്കിൽ ഇതൊക്കെ ഉറപ്പാണ്. സമാധാനം രാവിലെ അടുത്ത പ്രാവശ്യം വേണം. ഇപ്പോൾ എല്ലാം അടങ്ങാൻ പിടിച്ചിരുന്നു. അതോടെ ഞാൻ എൻ്റെ വീട്ടിൽ പുറത്തിറങ്ങിയിട്ട് ഇറങ്ങി. പ്രത്യേകിച്ച് കേട്ടോ ഈ എപ്പിസോഡ് ജയിക്കാനാണ് ഉണ്ടല്ലേ. ഇവർ നേരത്തെ എൻ്റെ മേലിൻ്റെ ബോണ് എടുക്കട്ടെ. വെള്ളക്കഥാക്കട്ടെ ആക്കട്ടെ. ഇവനെ കൊന്നാലോ? ഓ നാഷുലേനി നാഷുല പാപ്പ ഇവിടെ ഇങ്ങോട്ടാ അങ്ങോട്ട് പോകും. എനിക്ക് എൻ്റെ കാർഡിനലും സിമ്പിളാക്കാൻ മുട്ടായി നല്ല ടേസ്റ്റുള്ള മുട്ടായാണ്. കഴിച്ചാൽ നീ പിന്നെ കഴിച്ചോണ്ട് കണ്ടോളൂ അത്രക്കും ടേസ്റ്റാണ്. ഇനി വാടാ ഇവർക്ക് എടുത്തത് അതൊക്കെ കിട്ടി. ഇങ്ങോട്ട് അങ്ങനെ തന്നെ. എനിക്ക് ബുദ്ധി ഉണ്ടാ? കുറച്ചും കൂടി ഇങ്ങോട്ട് നിൽക്കണേ. സെൽഫ് അടിക്കണം എന്ന് പറയും. ഇതവിടെ മുട്ടായതാടോ. ഞാൻ തന്നെ ഇത്ര വേഗം സമയമില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ടൈം കളയല്ല. കുറച്ച് ഇങ്ങോട്ടേക്ക് എടാ ഇങ്ങോട്ടാ എനിക്കൊന്നും അറിയില്ല. തന്നെ ഞാൻ ഇതാക്കി. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇത് ഹാക്ക് Yes, I got it.
എൻ്റെ വീടിൻ്റെ ഉള്ളിൽ പോണാത്ത ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ആർക്ക് കുഴപ്പമൊന്നുമില്ല. കൃത്യം ബ്ലോക്കിലോട്ട് വൈകി. ഇനി അടുത്ത പ്രാവശ്യം കാണാം. പോടാ നീന്തൽ ഇങ്ങോട്ടേക്ക് വന്നിനി. ഇങ്ങോട്ടേക്ക് വിളിച്ചില്ലാരെങ്കിലും ആരെങ്കിലും വിളിച്ചില്ലാന്ന്. ഇങ്ങനെ ഓക്കെ. നല്ല രസമുണ്ട്. നീ ബ്യൂട്ടിഫുള്ളായി. ഇപ്രാവശ്യം നിൽക്കനെ ചോദിക്കുന്നുണ്ട് മാറ്റം. ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ട് രണ്ടെണ്ണായി. ഓക്കെ, അങ്ങനെ നമ്മളെ ഇപ്രാവശ്യത്തെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് ടാറ്റാ ബൈ ബൈ. നമ്മൾ